ഡോക്ടർ മോഹൻ വർഗീസ്, അന്ന് ഈ പെഹൽഗാമിലെ ആക്രമണം നടന്ന ദിവസം അവിടെ ശുഭം ദ്വിവേദിയെ വെടിവെച്ചിട്ടപ്പോൾ ഭാര്യ പറഞ്ഞു എന്നെ കൂടെ വെടിവെക്കൂ. അപ്പോൾ അന്ന് ഭീകരർ ഭാര്യയോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങൾ എന്താണ് ചെയ്തത് എന്ന് പോയി നിങ്ങളുടെ സർക്കാരിനോട് പറയൂ എന്ന്. അവരത് പറഞ്ഞു. അനുയോജ്യമായ ഒരു തിരിച്ചടിയല്ലേ ഇന്ന് നൽകിയിരിക്കുന്നത് ഓപ്പറേഷൻ സിന്ദൂർ? പോയി പറയൂ എന്ന് പറഞ്ഞത് കൃത്യമായി പറയുകയും കേൾക്കേണ്ട കർണങ്ങളിൽ തന്നെ ആ വാക്കുകൾ പതിക്കുകയും ചെയ്തു. 14 ദിവസത്തിനുള്ളിൽ 2 ആഴ്ചക്കുള്ളിൽ അതിന് കൃത്യമായ മറുപടി കിട്ടുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ഓപ്പറേഷൻ സിന്ദൂർ. അപ്പോൾ സിന്ദൂരം, ഏതെല്ലാം സ്ത്രീകളുടെ സിന്ദൂരം നെറ്റിയിൽ നിന്ന് മാഞ്ഞു പോയോ അവർക്കുള്ള നീതി, അവരെ കാത്തിരുന്ന ഒരു ജനതയുടെ നീതി, അപ്പോൾ ആ ഒരു നീതിശാസ്ത്രം ഇവിടെ പുലരുന്ന കാഴ്ചയാണ് കണ്ടത്. ബെറ്റർ ലേറ്റ് ദൻ നെവർ എന്ന രീതിയിൽ കണക്കാക്കിയാൽ പോലും സ്വല്പം വൈകി എന്ന് പലരും കരുതുന്നു. എങ്കിൽ പോലും എല്ലാ പഴുതുകളും അടച്ചുകൊണ്ട് കൃത്യമായ ഗൃഹപാഠം ചെയ്തുകൊണ്ട് പാകിസ്ഥാൻ്റെ 9 ഇടങ്ങളിൽ ലഷ്കർ-ഇ തൊയ്ബയുടെയും ഹിസ്ബുൾ മുജാഹിദ്ദീൻ്റെയും ജയ്ഷെ മുഹമ്മദിൻ്റെയും കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. കാരണം എണ്ണി സൈനിക നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള വിശദീകരണത്തിൽ സ്ത്രീകളെ തന്നെ ഉപയോഗിച്ചു എന്നതും പ്രത്യേകമായി എടുത്തു പറയേണ്ട കാര്യമാണ്. വ്യോമികയുടെയും സോഫിയയുടെയും ഒക്കെ വാക്കുകൾ സൂചിപ്പിക്കുന്നത് എത്രത്തോളം സ്ത്രീ ഹൃദയങ്ങൾ വ്രണപ്പെട്ടു, എത്രത്തോളം മനുഷ്യ മനസ്സുകൾ വ്രണപ്പെട്ടു. നിരപരാധികളുടെ ചോരയാണ് വീണത്. അപ്പോൾ സിന്ദൂരം മാഞ്ഞതിന് സിന്ദൂർ ഓപ്പറേഷനിലൂടെ മറുപടി പറയുകയാണ്. ഓപ്പറേഷൻ സിന്ദൂർ നമ്പർ 1. ഒരുപക്ഷെ ഇതിന് മറുപടി പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് വന്നാൽ ഒരുപക്ഷെ സിന്ദൂർ 2.0 എന്ന നിലയിൽ വീണ്ടും ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാനുമാവില്ല. ഏറ്റവും പ്രതീകാത്മകമായി ഈ ധാർമ്മികതയുടെ വലിയ ഒരു പരിവേഷം അണിഞ്ഞുകൊണ്ട് ഒരു സിവിലിയൻ കാഷ്വാലിറ്റിയും ഉണ്ടാവാതെ സൈനിക കേന്ദ്രങ്ങളെ പോലും വെറുതെ വിട്ടുകൊണ്ട് ഭീകരതയുടെ ബ്രീഡിംഗ് ഗ്രൗണ്ടിലേക്ക് ആക്രമണം വ്യാപിപ്പിക്കുകയാണ്. നോക്കൂ, ജയ്ഷെ മുഹമ്മദിൻ്റെ സ്ഥാപകൻ അദ്ദേഹത്തിൻ്റെ ഒരുപാട് റിലേറ്റീവ്സ് 10ഓളം മസൂദ് അസറിൻ്റെ 10ഓളം ബന്ധുക്കൾ ഈ കഴിഞ്ഞ മണിക്കൂറുകൾക്കുള്ളിൽ പിടഞ്ഞു മരിച്ചതായി നമ്മുടെ വാർത്ത കാണുകയുണ്ടായി. അതുമാത്രമല്ല, ആ ഒരു ക്യാമ്പ് എന്ന് പറയുന്നത് ടെററിസ്റ്റുകളുടെ ഒരു ബ്രീഡിംഗ് ഗ്രൗണ്ടാണ്, നഴ്സറി ആണെന്ന് വേണമെങ്കിൽ പറയാം, ബഹവൽപൂരിലെ ക്യാമ്പ്. അപ്പോൾ ആ ക്യാമ്പിലാണ് ബാലപാഠങ്ങൾ തീവ്രവാദികൾ പഠിക്കുന്നത്. ആ ബാലപാഠം പഠിച്ചു കഴിഞ്ഞതിന് ശേഷം അടുത്ത ഗ്രേഡിൽ പോകുന്നത് കോളേജ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി തലത്തിലേക്ക് പോകുന്നത് മറ്റൊരിടത്തേക്കാണ്. മുറിഡ്കെ എന്ന് പറയുന്ന സ്ഥലത്താണത്. ജയ്ഷെ മുഹമ്മദിൻ്റെ അല്ല, മറിച്ച് ലഷ്കർ-ഇ തൊയ്ബയുടെ ക്യാമ്പാണ്. അപ്പോൾ ജയ്ഷെ മുഹമ്മദ് ആണോ, ലഷ്കർ-ഇ തൊയ്ബയാണോ, മറ്റേതെങ്കിലും തീവ്രവാദ സംഘടനയാണോ ആക്രമണത്തിന് പങ്കെടുത്തത് അല്ലെങ്കിൽ പഹൽഗാമിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് എന്നത് ഇന്ത്യക്ക് വിഷയമല്ല. എല്ലാ ഭീകരതയും ഒരേ കണ്ണുകൊണ്ടാണ് ഇന്ത്യ കാണുന്നത്. ഇവരെല്ലാം തമ്മിൽ റിലേഷൻഷിപ്പുണ്ട്. അതുകൊണ്ട് ഭീകരതയുടെ അടിവേര് ഇളക്കുക. അതുകൊണ്ടാണ് ഈ 2 ലേഡീസ് വന്ന് പറയുകയാണ്, ഈ ഇന്ന സ്ഥലങ്ങളിൽ ഇന്ന ദിവസങ്ങളിൽ ഇന്ന സംഘടനകളുടെ കെയർ ഓഫിൽ ആക്രമണം നടന്നു, ഇത്ര ജീവനാണ് പൊലിഞ്ഞത്. അതിൽ പങ്കെടുത്ത, നിങ്ങളുടെ തീവ്രവാദ ക്യാമ്പുകളിൽ പങ്കെടുത്ത ആളുകൾ, ലഷ്കർ-ഇ തൊയ്ബയുടെ മുറിഡ്കെ ക്യാമ്പിൽ പങ്കെടുത്തത് സാക്ഷാൽ തഹവൂർ റാണ, ഇപ്പോൾ അമേരിക്കയിൽ നിന്നും ഇന്ത്യ എക്സ്ട്രഡിറ്റ് ചെയ്ത് വാങ്ങിയിരിക്കുന്ന തഹവൂർ റാണ, അദ്ദേഹത്തിൻ്റെ ബോസ് ആയ ഡേവിഡ് കോൾമാൻ ഹെഡ്ലി, എന്തിന് പാകിസ്ഥാൻ 2008 മുംബൈ ആക്രമണത്തിന് ഉപയോഗപ്പെടുത്തിയ ആമിർ അജ്മൽ ഖസം, ഇവരെല്ലാം ചേർന്ന് ട്രെയിനിങ് നടത്തിയ സ്ഥലമാണ്. ഒസാമ ബിൻ ലാഡൻ്റെ ഫണ്ടിങ് ഉൾപ്പെടെ ഉണ്ടായിരുന്ന സ്ഥലമാണ് മുറിഡ്കയിലെ ആ ഒരു ക്യാമ്പ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ ക്യാമ്പുകൾ വെറും ഔപചാരികമായ ഇടങ്ങളല്ല, മറിച്ച് ഇന്ത്യക്കെതിരെയുള്ള ഭീകരതയുടെ വിത്ത് പാകി മുളപ്പിച്ചെടുത്ത ഫാക്ടറികളാണ് ഈ ക്യാമ്പുകൾ. അത് ടാർഗറ്റ് ചെയ്യുന്നു. അതുപോലെ ഈ 2 ഇതിലും ഉപരിയായി സിയാൽകോട്ടെ ക്യാമ്പ് ഉൾപ്പെടെ ആക്രമണ വിധേയമായി. സിയാൽകോട്ടിൽ യഥാർത്ഥത്തിൽ ഹിസ്ബുൾ മുജാഹിദ്ദീൻ്റെ സെൻറ്ററാണ്. അപ്പോൾ അവിടെയും ആക്രമണം വ്യാപിക്കുന്നു. അപ്പം 4 ഇടത്ത് പാക് പഞ്ചാബിലും 5 ഇടത്ത് പാക് അധിനിവേശ കാശ്മീരിലും ആക്രമണം നടന്നു എന്ന് പറയുമ്പോൾ 24 ഇടത്താണ് ഇന്ത്യൻ സൈന്യം ആക്രമണം പ്ലാൻ ചെയ്തത്. കര, നാവിക, വ്യോമ ആക്രമണം, സംയുക്തമായി ആക്രമണം, റഫാൽ വിമാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്. ഈ ഭവൽപൂർ എന്നൊക്കെ പറയുന്ന സ്ഥലം ഏതാണ്ട് 100 കിലോമീറ്റർ ഉള്ളിലാണ്. ഇന്ത്യയുടെ അതിർത്തിയിൽ നിന്നും 100 കിലോമീറ്റർ പാകിസ്ഥാനുള്ളിൽ പഞ്ചാബിലെ സ്ഥലമാണ്. അവിടെ വരെ കടന്നു ചെന്ന് പാകിസ്ഥാൻ്റെ എയർ സ്പേസ് അതിലംഘിക്കാതെ
ഇന്ത്യയുടെ ടെറിട്ടറിയിൽ പറന്നുകൊണ്ട് നമ്മുടെ റഫാൽ വിമാനങ്ങൾ ആക്രമണം നടത്തി എന്ന് പറയുമ്പോൾ നമ്മുടെ മിസൈലുകളുടെ പ്രഹരശേഷി ഏതാണ്ട് 300 കിലോമീറ്ററിലധികം റേഞ്ചുള്ള മിസൈലുകൾ ഉപയോഗിക്കാൻ ഇന്ത്യൻ സൈന്യത്തിന് റഫാലിലൂടെ കഴിയും എന്നോർക്കണം. അതുകൊണ്ട് തീർച്ചയായും ഇന്ത്യയുടെ പ്രഹരശേഷി, ഇന്ത്യയുടെ പൊളിറ്റിക്കൽ ഡിറ്റർമിനേഷൻ, രാജ്യമൊട്ടക്കെട്ടാടുന്നൊരു ഫീലിംഗ്, ഇതെല്ലാം ഒരു വശത്ത്. മറുവശത്ത് ആകെ ചിതറി നിൽക്കുന്ന, സാമ്പത്തിക പരാധീനയിൽപ്പെട്ട് ഉഴലുന്ന, അമ്പരപ്പിൽ നിൽക്കുന്ന, അങ്കലാപ്പിലായ പാകിസ്ഥാൻ്റെ ചിത്രം കാണുന്നു. ഒരു പാനിക് റിയാക്ഷൻ എന്ന നിലയിൽ ഞങ്ങൾ അത് ചെയ്യും ഇത് ചെയ്യുമെന്ന് പറയുന്നതല്ലാതെ പാകിസ്ഥാന് ഒരിഞ്ച് മുന്നോട്ട് പോകാനാവില്ല. ഇനി അങ്ങനെയാണ് മുന്നോട്ട് പോകാനാണ്, തിരിച്ചടിക്കാനാണ് ഭാവമെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച രണ്ടാമത്തെ ഒരു വെയ്വ് സിന്ധൂരം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം അത് സംഭവിച്ചു കഴിഞ്ഞാൽ അതൊരു വലിയ എസ്കലേഷനിലേക്ക് നീങ്ങാനുള്ള സാധ്യതയും ഒക്കെയുണ്ട്. ഇപ്പോൾ പാകിസ്ഥാൻ ആഗ്രഹിക്കുന്നത് ഒരു ഹൊറിസോണ്ടൽ എസ്കലേഷനാണ്. വെർട്ടിക്കൽ എസ്കലേഷൻ ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞു. കാരണം രണ്ട് രാജ്യങ്ങളും പരമാവധി സായുധ സന്നാഹങ്ങൾ ഒരുക്കിക്കൊണ്ട് വെർട്ടിക്കൽ ലെവലിൽ നേരെ മുകളിലൊക്കെ ഈ കപ്പാസിറ്റി ബിൽഡിംഗ് പോവുകയാണ്. അതേസമയം കൂടുതൽ രാജ്യങ്ങൾ, അതാണ് ഹൊറിസോണ്ടൽ എന്ന് പറയുന്നത്, ചൈനയോ അമേരിക്കയോ റഷ്യയോ മറ്റ് രാജ്യങ്ങളോ എല്ലാം തന്നെ ഒന്നുകിൽ ഇന്ത്യയുടെ പക്ഷം അല്ലെങ്കിൽ പാകിസ്ഥാൻ്റെ പക്ഷം പിടിക്കുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ ഒരു ഹൊറിസോണ്ടൽ ഒരു എസ്കലേഷൻ ഉണ്ടാകും. അത് ഇന്ത്യ ഒട്ടും ആഗ്രഹിക്കുന്നില്ല. പാകിസ്ഥാൻ ആഗ്രഹിക്കുന്നത് അതാണെങ്കിലും ഇന്ത്യ ആഗ്രഹിക്കുന്നില്ല. കഴിഞ്ഞ ദിവസം ഐക്യരാഷ്ട്ര സംഘടനയുടെ സെക്യൂരിറ്റി കൗൺസിലിൽ പാകിസ്ഥാൻ കൊണ്ടുവന്ന പ്രമേയം അത് ചീറ്റിപ്പോയതും നമ്മൾ കണ്ടതാണ്. കാരണം ഇന്ത്യ പാകിസ്ഥാൻ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് അവർ തമ്മിൽ പരിഹരിക്കട്ടെ എന്ന് വിവരമുള്ള ലോകരാജ്യങ്ങൾ നിലപാടെടുത്തപ്പോൾ പാകിസ്ഥാൻ്റെ മുഖത്തേറ്റ അടിയാണ്. അപ്പോൾ ഇന്ന് ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഇന്ത്യ മോക്ക് ഡ്രില്ലുമായിട്ടൊക്കെ നീങ്ങുന്ന സമയത്ത്, ആരും പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത്, ആരും പ്രതീക്ഷിക്കാത്ത സമയത്ത്, ആരും പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിൽ ആക്രമണം നടത്തി. തീവ്രവാദ ക്യാമ്പുകളിൽ ടാർഗറ്റ് ചെയ്യുമെന്നറിയാം. പക്ഷേ കൃത്യമായി അതിർത്തിയിൽ നിന്നും വളരെ അകലെ സ്ഥിതി ചെയ്യുന്ന, പാക് അധിനിവേശ കാശ്മീരിന് പുറത്ത് പഞ്ചാബിൽ ഉൾപ്പെടെ സ്ഥിതി ചെയ്യുന്ന തീവ്രവാദ ക്യാമ്പുകൾ ടാർഗറ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ ബാലാക്കോട്ടെ പോലെയല്ല ഉറിക്ക് ബദലായി നടത്തിയ ആക്രമണം, അല്ലെങ്കിൽ പുൽവാമയ്ക്ക് ബദലായി ബാലാക്കോട്ട് നടത്തിയ ആക്രമണം, അതൊക്കെ വൺ സെൻറ്റർ അറ്റാക്കാണ്. ഇതങ്ങനെയല്ല, മൾട്ടിപ്പിൾ സെൻറ്റേഴ്സ് ആർ ചൂസൺ. ഒരു 25 മിനിറ്റിനുള്ളിൽ എന്തുമാത്രം ഏറിയൽ സോർട്ടീസാണ് കോർഡിനേറ്റഡ് ആയിട്ട് പോയത്. അതിനുള്ള ആർജവം ഭാരതം കാട്ടി. അതുകൊണ്ട് ഇനി അധികം സാഹസത്തിന്, ഇന്ത്യക്കെതിരെ സാഹസത്തിന് പാകിസ്ഥാൻ മുതിരില്ല എന്ന പ്രതീക്ഷയാണ് ഭാരതത്തിനുള്ളത്. ഇത് പ്രതീകാത്മകമായിരിക്കണം, ശക്തമായിരിക്കണം. ഇനിയൊരു അടി ഉണ്ടാകരുത്, തീവ്രവാദ ആക്രമണം ഇതോടെ അവസാനിപ്പിക്കാൻ പാകിസ്ഥാന് കഴിഞ്ഞാൽ പാകിസ്ഥാന് നന്ന്. അതുകൊണ്ട് ഇത് ഇപ്പോൾ ഒരു ഫേസ് സേവിങ്ങിനുള്ള അവസരം പാകിസ്ഥാനുണ്ട്. ഇന്ത്യ ആക്രമിച്ചു, അല്ലെങ്കിൽ ഇവിടെ വലിയ രീതിയിലുള്ള രക്തപ്പുഴ ഇവിടെ ഒഴുക്കി ബൈസറൻ വാലിയിൽ ഒഴുകിയ 26 രക്തത്തിൻ്റെ കണക്ക് കൃത്യമായി ഇന്ത്യ ചോദിച്ചു. നമ്മുടെ മിലിറ്ററി സ്പോക്സ്മാൻ ഉൾപ്പെടെയുള്ള ആളുകൾ, അതുപോലെ വിക്രം മിശ്രി എന്ന വിദേശകാര്യ സ്പോക്സ് പേഴ്സൺ അല്ല വിദേശകാര്യ സെക്രട്ടറി വ്യക്തമായി പറഞ്ഞു, ഇന്ന ഇടങ്ങളിലാണ് കഴിഞ്ഞ 30 വർഷത്തിനുള്ളിൽ പാകിസ്ഥാൻ്റെ തീവ്രവാദികൾ ആക്രമണം നടത്തിയത്, ഇന്ന സംഘടനകളാണ് അതിന് പിന്നിൽ പ്രവർത്തിച്ചത്, ഇന്ന നേതാക്കളാണ് അതിൻ്റെ പിന്നിലുള്ളത്, ഇന്ന ആളുകളാണ് അതിൻ്റെ പിന്നിൽ വളർന്നു വലുതായത്. ഇതെല്ലാം തന്നെ ചില വ്യക്തമായ അടയാളപ്പെടുത്തലുകളാണ്. അത് ഭാരതം മനസ്സിൽ സൂക്ഷിച്ചു. അതുകൊണ്ട് ഈ പഹൽഗാമിൽ നടന്ന ആക്രമണത്തിനുള്ള മറുപടി മാത്രമല്ല, നാളിതുവരെ നടത്തിയ എല്ലാ തരത്തിലുള്ള ആക്രമണങ്ങൾക്കും ന്യായവും ഉചിതവും ധാർമ്മികവുമായ മറുപടി. അതായത് ധാർമ്മികമെന്ന് എടുത്ത് ഞാൻ പറയും. കാരണം ഇത് ഒരൊറ്റ സിവിലിയൻ ലൈഫ് നഷ്ടപ്പെടാതെ, ഈവൻ മിലിറ്ററി ലൈഫ് പോലും നഷ്ടപ്പെടാതെ, ഭീകരന്മാരെ മാത്രം തിരഞ്ഞു പിടിച്ച് കൃത്യം പ്രസിഷനോടെ, സർജിക്കൽ പ്രിസിഷനോടുകൂടി നടത്തിയ ഓപ്പറേഷൻ അത് വൻ വിജയമായി എന്നതുകൊണ്ട് സിന്ദൂരം യഥാർത്ഥത്തിൽ വീണ്ടും സിന്ദൂരം അണിയാനൊരു പക്ഷേ അവർക്ക് ജീവിതത്തിൽ ഭാഗ്യം ഉണ്ടാകണമെന്നില്ല. പക്ഷേ അവരുടെ സിന്ദൂരം മാഞ്ഞതിനുള്ള ന്യായവും യുക്തവും നീതിപൂർവവും ധാർമ്മികവുമായ മറുപടി ഇന്ത്യ കൊടുത്തു എന്നതാണ് അതിൻ്റെ ബാക്കിപത്രം. തീർച്ചയായും പാർലമെന്റ് ആക്രമണം തുടങ്ങി ഇങ്ങോട്ടുള്ള നടന്ന എല്ലാ ആക്രമണങ്ങൾക്കും ഒന്നിച്ചൊരു മറുപടി എന്ന രീതിയിൽ തന്നെ നമുക്കിതിനെ കാണാനും കഴിയും. നമ്മൾ ഈ ഇപ്പോൾ നൽകിയിരിക്കുന്ന ഈ തിരിച്ചടി അത് കൃത്യമായി 9 ഇടങ്ങളിൽ എങ്ങനെയൊക്കെ നമുക്ക് തിരിച്ചടിക്കാൻ കഴിയും, എത്രത്തോളം ശക്തിയെ തിരിച്ചടിക്കാൻ കഴിയും എന്നുള്ളതിൻ്റെ ഉദാഹരണമായി ഒരു പക്ഷേ പാകിസ്ഥാൻ നല്ല രീതിയിൽ പേടിച്ചിട്ടുമുണ്ട്. പക്ഷെ നമുക്കറിയാം പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം അവർക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. ഭ്രാന്തമായ തീരുമാനങ്ങൾ പലപ്പോഴും എടുക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. നമുക്കെതിരെ തന്നെ പലപ്പോഴും അത് വലിയ ആയുധങ്ങളുമായി
അവർ വരുന്നതും കണ്ടിട്ടുണ്ട്. എന്ത് ചെയ്യുന്നു എന്ന് അവർക്ക് തന്നെ അറിയാത്ത സാഹചര്യം. ഒരുപക്ഷെ അവരുടെ ആഭ്യന്തര പ്രശ്നങ്ങളൊക്കെ തന്നെയും ആ രീതിയിലാണ് അവിടെ നിലനിന്ന് പോരുന്നത്. അവിടെ എപ്പോഴൊക്കെ ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അപ്പോഴെല്ലാം ഇങ്ങോട്ട് വന്ന് നമുക്ക് നേരെ ആക്രമണത്തിന് മുതിരുന്നതുമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പക്വമായി തീരുമാനമെടുക്കുമ്പോഴും തിരിച്ച് അവരുടെ ഭാഗത്ത് നിന്ന് ആ പക്വത നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല. അതുകൊണ്ട് തന്നെ ഇത്രയധികം പേടിച്ചു പോയിട്ടുണ്ട് എങ്കിൽ പോലും ഇനിയും അവർ തീരുമാനങ്ങൾ എടുത്ത് ഇതുപോലെ നടപ്പാക്കാനുള്ള സാധ്യതകൾ നമ്മൾ മുന്നിൽ കാണുന്നുണ്ടോ? അതുകൊണ്ട് തന്നെയാണ് നമ്മളിപ്പോഴും ഈ സന്നാഹങ്ങൾ ഇങ്ങനെ തുടരുന്നത്. ഇവിടെ തീർത്തും ആവറീഷ്യസായ അല്ലെങ്കിൽ ആർത്തി പണ്ടാരങ്ങളായ ആർമി, അതുപോലെ ദിശാബോധം നഷ്ടപ്പെട്ട കേവലം ആർമിക്ക് വിടുപണി ചെയ്യുന്ന രാഷ്ട്രീയ നേതൃത്വം, ഇച്ഛാശക്തി കാട്ടാത്ത രാഷ്ട്രീയ നേതൃത്വം, ഇതെല്ലാം കണ്ട് അമ്പരന്ന് കൺഫ്യൂസ്ഡായി നിൽക്കുന്ന ജനത, ഇതെല്ലാം ചേർന്ന ഒരു പരാജിത രാജ്യത്തിൻ്റെ പേരാകുന്നു പാകിസ്ഥാൻ. നമ്മൾ പറയും എല്ലാ രാജ്യങ്ങൾക്കും സൈന്യമുണ്ട്, പക്ഷേ സൈന്യത്തെ നിലനിർത്താൻ വേണ്ടി മാത്രമായി ഒരു രാജ്യമുണ്ട്. ആ രാജ്യത്തിൻ്റെ പേരാണ് പാകിസ്ഥാൻ. അങ്ങനെ ഒരു രാജ്യമാണ് ഇപ്പോൾ സുസംഘടിതരായി നിൽക്കുന്ന ഭാരതത്തിൻ്റെ സൈന്യത്തോട് ഏറ്റുമുട്ടാൻ കച്ചകെട്ടി ഇറങ്ങുന്നത്. അതുകൊണ്ട് ഇത് രണ്ട് വ്യത്യസ്തമായ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. പാകിസ്ഥാൻ ഇന്ത്യയെ എപ്പോഴെല്ലാം ടാർഗറ്റ് ചെയ്തുവോ അപ്പോഴെല്ലാം തന്നെ തീർച്ചയായും അവർ സോഫ്റ്റ് ടാർഗറ്റ്സിനെയാണ് ടാർഗറ്റ് ചെയ്തത്. ഈ സൈനികരെ ആണെങ്കിൽ പോലും സൈനികർ ആക്രമണകാരികളായ സൈനികരെയല്ല, ഒരു കോൺവോയായി പോയിരുന്ന സൈനികരെയാണ് ഈ പുൽവാമ ആക്രമണ വേളയിൽ ടാർഗറ്റ് ചെയ്തത്. അതുപോലെ നിസ്സഹായരായ ആളുകളെ, മുംബൈ ഭീകരാക്രമണ സമയത്തെ നിസ്സഹായരായ ആളുകൾ, അവരാരും പ്രതീക്ഷിച്ചില്ല. വിക്ടോറിയ ടെർമിനസിൽ ട്രെയിൻ കയറാൻ നിൽക്കുന്നവൻ യാതൊരു രീതിയിലും ഒരു ഭീകരാക്രമണം പ്രതീക്ഷിക്കുന്നില്ല. മുംബൈ ഓഹരി വിപണിയിൽ കച്ചവടത്തിനെത്തിയ അല്ലെങ്കിൽ ആ ട്രേഡിങ്ങിനെത്തിയ ആരും തന്നെ ഒരു ഭീകരാക്രമണം പ്രതീക്ഷിക്കുന്നുണ്ടാവില്ല. താജ് ഹോട്ടലിൽ, ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ ഓപ്പോസിറ്റുള്ള താജ് ഹോട്ടലിൽ താമസിച്ചവർ ഒരിക്കലും അന്താരാഷ്ട്ര കമ്മ്യൂണിറ്റിയിലെ പലരുമാണ്, അവരാരും ഒരാക്രമണം പ്രതീക്ഷിച്ചില്ല. നരിമാൻ ഹൗസിലെ ജൂതന്മാർ ഒരാക്രമണം പ്രതീക്ഷിച്ചില്ല. അങ്ങനെ നിസ്സഹായരായ ജനങ്ങൾക്ക് മേലാണ് എപ്പോഴും പാകിസ്ഥാൻ ആക്രമണം നടത്തിയത്. നോക്കൂ, ഇന്ത്യയിലെ 10-20 സംസ്ഥാനങ്ങളിൽ നിന്ന് കടന്നു വന്ന 25-26 പേരാണ് പിടഞ്ഞു മരിച്ചതെന്ന് ഓർക്കണം. പഹൽഗാമിൽ, അത് ബൈസറൻ വാലിയിൽ. അവരാരെങ്കിലും കരുതുന്നുണ്ടോ അവർക്ക് ആർക്കെങ്കിലും സൈനിക പശ്ചാത്തലമോ തീവ്രവാദ പശ്ചാത്തലമോ ഇല്ലാത്ത ആളുകളാണ്. അതുകൊണ്ട് യാതൊരു കരുണയുമില്ലാത്ത, ദയയുമില്ലാത്ത, ധാർമ്മികത, മൊറാലിറ്റി ലെവലേശം തൊട്ട് തേണ്ടിയിട്ടില്ലാത്ത രീതിയിൽ പാകിസ്ഥാൻ നടത്തിയ കിരാത ആക്രമണത്തിന് എത്രത്തോളം ഓണറബിളായിട്ടാണ് ഇന്ത്യ മറുപടി നൽകിയത് എന്നത് പ്രത്യേകം നമ്മൾ നോക്കി കാണേണ്ടതുണ്ട്. കാരണം സൈനിക കേന്ദ്രങ്ങൾ പോലും ഉപേക്ഷിച്ചു എന്ന് പറയുമ്പോൾ യഥാർത്ഥ ബ്രീഡിംഗ് ഗ്രൗണ്ട് ഓഫ് ടെറർ എവിടെയാണോ അവിടെ മാത്രം കടന്നു ചെന്നുകൊണ്ട് പ്രിസിഷൻ ബോംബിംഗാണ് നടത്തിയിരിക്കുന്നത്. നമ്മുടെ ആയുധങ്ങളുടെ പ്രഹരശേഷി, നമ്മുടെ വിമാനങ്ങളുടെ കണിശത, ഇതെല്ലാം തന്നെ വ്യക്തമായ സ്റ്റഡിയുടെയും സാറ്റലൈറ്റ് പിക്ചേഴ്സിൻ്റെയും എല്ലാം അടിസ്ഥാനത്തിൽ ഗൃഹപാഠം നടത്തി. അടിക്ക് തിരിച്ചടി എപ്പോഴെങ്കിലും നൽകാമായിരുന്നു, നമുക്കതിനുള്ള ശക്തി ഉണ്ടെന്ന് ഓർക്കണം. പക്ഷേ ഏതാനും ദിവസങ്ങൾ, 14 ദിവസം കാത്തിരുന്നതിന് ശേഷം ഇന്ത്യ ഉചിതമായ മറുപടി കൊടുത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഏത് യുദ്ധത്തിനും ഒരു ധാർമ്മികത ഉണ്ടാവണം. ആധുനിക കാലത്തെ യുദ്ധങ്ങൾക്കൊന്നും ധാർമ്മികതയൊന്നുമില്ല, അത് അവരുടെ ലക്ഷ്യങ്ങൾ നിറവേറ്റണം എന്നതാണ്. പക്ഷേ ഇന്ത്യ ലക്ഷ്യങ്ങൾ നിറവേറ്റുക മാത്രമല്ല, ലോകത്തിന് മാതൃക കാട്ടിയിരിക്കുകയാണ്. ഫൈറ്റ് എഗൻസ്റ്റ് ഗ്ലോബൽ ടെറർ, ആഗോള ഭീകരതയ്ക്കെതിരെയുള്ള പോരാട്ടം. അങ്ങനെയുള്ള ഭീകരത എന്ന് പറയുമ്പോൾ അത് ലഷ്കർ ഇ തൊയ്ബ മാത്രമല്ല. അതുകൊണ്ടാണ് ജയ്ഷെ മുഹമ്മദും ലഷ്കർ ഇ തൊയ്ബയും ഹിസ്ബുൾ മുജാഹിദീനും ഹർക്കത്തുൽ മുജാഹിദീനും ഹർക്കത്തുൽ അൻസാറും എല്ലാം തന്നെ ആക്രമണ വിധേയമാകുന്നത്. അതുകൊണ്ടാണ് ടെററിസത്തിന് മുഖമില്ല, ടെററിസത്തിന് മതമില്ല, ടെററിസത്തിന് ദാക്ഷിണ്യവുമില്ല. അത് തീർച്ചയായും മനുഷ്യൻ്റെ ഏറ്റവും അധികം മനുഷ്യ മനസ്സുകളെ വികലമാക്കുന്ന ഒരു സങ്കല്പമാണ് ടെററിസം. അപ്പോൾ ആ ഒരു സങ്കല്പത്തെ അതിൻ്റെ റൂട്ടിൽ ചെന്ന് തറച്ച് പിടിതു കളയണമെങ്കിൽ യഥാർത്ഥത്തിൽ ഇതുപോലെയുള്ള ആക്രമണങ്ങൾ ആവശ്യമാണ്. ഇത് മാതൃകാപരമാണ് എന്ന് ഞാൻ കരുതുന്നു. കാരണം ഈ സൂചന എന്ന് പറയുന്നത് പാകിസ്ഥാൻ്റെ മണ്ണിൽ മിസൈലുകൾ അയച്ചുകൊണ്ട് പാകിസ്ഥാൻ്റെ മണ്ണിൽ കയറാതെ തന്നെ പാകിസ്ഥാൻ്റെ എവിടെയും പ്രഹരിക്കാൻ ഇന്ത്യക്ക് കഴിയും. അത് ഇനിയും അതിന് മടിക്കില്ല എന്നതിൻ്റെ സൂചനയാണ്. അതുകൊണ്ട് ഇനിയും കൂണുപോലെ തീവ്രവാദ ക്യാമ്പുകൾ പാകിസ്ഥാൻ്റെ വിവിധ ഭാഗങ്ങളിൽ മുളച്ച് പൊങ്ങുമ്പോൾ 100 വട്ടം അവരാലോചിക്കും. അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന സൈന്യത്തിനായിരിക്കും നഷ്ടമേറെ. ആർക്കാണ് നഷ്ടമെന്നുള്ളതാണല്ലോ ചോദ്യം. നഷ്ടം ഏറെയും
നാട്ടുകാർക്കാണ്, സാധാരണക്കാർക്കാണ് സമ്മതിക്കുന്നത്. പക്ഷേ ഇത് ഏറെ നഷ്ടപ്പെടാനുള്ളത് സൈന്യത്തിനാണ്, ഏറെ നേടാനുള്ളത് സൈന്യത്തിനാണ്. സൈന്യത്തിൻ്റെ ചീഫ്, അതായത് കരസേനയുടെ സേനാനി അല്ലെങ്കിൽ മേധാവി ജനറൽ അസിം മുനീർ, അദ്ദേഹത്തിൻ്റെ കാൽക്കുലേഷൻ, അദ്ദേഹത്തിൻ്റെ മോഹവും അതിമോഹവും അത് പൊലിയുന്ന കാഴ്ചയാണ്. ഒരു സംഘർഷമുണ്ടാവുകയും യുദ്ധത്തിൽ കലാശിക്കുകയും ചെയ്താൽ, പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ യുദ്ധം വന്നാൽ സ്വാഭാവികമായി പാകിസ്ഥാനുള്ളിൽ ഒരു മുറവിളി ഉയരും. അദ്ദേഹത്തെ വിളിക്കൂ, പാകിസ്ഥാനെ രക്ഷിക്കൂ. അപ്പോൾ സൈനിക ജനറൽ രാഷ്ട്രീയ അധികാരം ഏറ്റെടുത്തുകൊണ്ട് ജനറൽ അസിം മുനീർ പ്രസിഡന്റ് അസിം മുനീറായി മാറുന്നത് ദിവാസ്വപ്നം കണ്ടു നിന്ന അസിം മുനീറിൻ്റെ കിനാവ് വെറും പാഴ്കിനാവായി മാറി എന്നതാണ് വാസ്തവം. അതുകൊണ്ട് സൈന്യത്തിന് ഏറെ നഷ്ടപ്പെടാനുണ്ട്. ഇനിയിപ്പം ജലം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആയുധമായി വരുമ്പോൾ, സമ്മർദ്ദതന്ത്രമായി വരുമ്പോൾ, ജനം സൈന്യത്തിനെതിരെ കൂടുതൽ തെരുവിലിറങ്ങിയാൽ സൈന്യം ഇന്ന് അനുഭവിക്കുന്ന ഫൗജി ഫൗണ്ടേഷനിലൂടെയൊക്കെ സൈന്യം അനുഭവിക്കുന്ന ഈ ഒരു നല്ല കാലം അതിൻ്റെ അവസാനം കുറിക്കുക കൂടിയാണ്. കാരണം ഇപ്പോൾ തീവ്രവാദികളെ മാത്രമാണ് ആക്രമിച്ചത് എങ്കിൽ പോലും അതിൻ്റെ അലയൊലികൾ സൈന്യത്തിനുള്ളിലും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പോളിറ്റീഷ്യൻസ് വീണ്ടും ജൽപ്പനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കും. ബിലാവൽ ഭുട്ടയെ പോലെയുള്ള പ്രതിപക്ഷത്തെ ആളുകൾ, അല്ലെങ്കിൽ സർദാറിയെ പോലെയുള്ള ആളുകൾ, അതുമല്ല എങ്കിൽ ഷഹബാസ് ഷെറീഫിനെ പോലെ പ്രധാനമന്ത്രി, അവർ ധനകാര്യമന്ത്രിയും വിദേശകാര്യമന്ത്രിയും പ്രതിരോധ മന്ത്രിയും എല്ലാം തന്നെ അബദ്ധം പറഞ്ഞുകൊണ്ടിരിക്കും. അവർക്കത് പറഞ്ഞെങ്കിലേ പറ്റൂ. അത് അവരുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടമാണ്. കാരണം പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടിയും പാകിസ്ഥാൻ മുസ്ലിം ലീഗും തെഹ്രീക്കെ ഇൻസാഫ് പാർട്ടിയും എല്ലാം തന്നെ അധികാരത്തിന് വേണ്ടിയുള്ള ചക്കളത്തെ പോരാട്ടങ്ങളാണ്. ആരാണോ ഏറ്റവും കൂടുതൽ ഇന്ത്യ വിരോധം പറയുന്നത് അവരാണ് ഒരുപക്ഷെ നേട്ടമുണ്ടാക്കുന്ന തെരഞ്ഞെടുപ്പിൽ. പക്ഷേ അത് മാറ്റി നിർത്തി സൈന്യത്തിൻ്റെ ഇടപെടൽ അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ പ്രശ്നത്തിന് പരിഹാരമുണ്ടാകും എന്ന ഇന്ത്യയുടെ തിരിച്ചറിവാണ് ഈ രീതിയിലുള്ള ആക്രമണത്തിന് കാരണമായതെന്ന് എനിക്ക് തോന്നുന്നു. അതേസമയം യുദ്ധത്തിലേക്ക് പോകരുത് എന്ന് പറയുന്നവരോട് നമുക്ക് പറയുകയും ചെയ്യാം, തീർത്തും അനുയോജ്യമായ പെഹൽഗാം ഭീകരാക്രമണത്തിന് തീർത്തും അനുയോജ്യമായ ഒരു മറുപടി എന്നുള്ളതിനപ്പുറത്തേക്ക് നമ്മളൊന്നും ചെയ്തിട്ടില്ല, യുദ്ധത്തിലേക്ക് നയിക്കുന്നതൊന്നും ചെയ്തിട്ടില്ല എന്ന് വിക്രം മിശ്രി പറഞ്ഞത് വളരെ കറക്റ്റുമാണ്. കാരണം ഭീകര കേന്ദ്രങ്ങളിലേക്ക് മാത്രമാണ് ഈ ആക്രമണം നടത്തിയിരിക്കുന്നത് എന്നുള്ളത് തന്നെ ആർക്കും, ലോകരാഷ്ട്രങ്ങൾക്ക് ആർക്കും തന്നെ ഇന്ത്യയെ ഈ ഘട്ടത്തിൽ എതിർത്തൊന്നും പറയാനും കഴിയില്ല. അതേസമയം പാകിസ്ഥാൻ തീർത്തും ഒറ്റപ്പെട്ടിരിക്കുന്ന കാഴ്ച കൂടിയാണ് നമ്മൾ കാണുന്നത്. വളരെ നന്ദി ഡോക്ടർ മോഹൻ വർഗീസ്.